തിരികൾ തെളിഞ്ഞു, മണികൾ മുഴങ്ങി, അൽത്താരം പൂർണ്ണമായൊരുങ്ങി. തിരികൾ തെളിഞ്ഞു, മണികൾ മുഴങ്ങി, അൽത്താരം പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിലണയാ ദിവ്യ ബലിക്കായി, നാഥന്റെ സ്നേഹബലിക്കായി. തിരികൾ തെളിഞ്ഞു, മണികൾ മുഴങ്ങി, അൽത്താരം പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിലണയാ ദിവ്യ ബലിക്കായി, നാഥന്റെ സ്നേഹബലിക്കായി. ഈ തിരുവേദിയിലണയും ഞങ്ങളെ അങ്ങേതാ എന്നെന്നും മാറ്റണമേ. ഈ തിരുവേദിയിലണയും ഞങ്ങളെ അങ്ങേതാ എന്നെന്നും മാറ്റണമേ. തിരുമുൻപിലെരിയുന്ന പരിമള ദീപം പോൽ പരിശുദ്ധരായെന്നും മാറ്റണമേ. തിരികൾ തെളിഞ്ഞു, മണികൾ മുഴങ്ങി, അൽത്താരം പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിലണയാ ദിവ്യ ബലിക്കായി, നാഥന്റെ സ്നേഹബലിക്കായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 26ാമത്തെ ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ചയിലെ എല്ലാ ദൈവാനുഗ്രഹവും നമ്മുടെ എല്ലാവരും മേലും ദൈവം സമൃദ്ധമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മക്കളെ എല്ലാവരെയും ഈ ബലിയെ സമർപ്പിക്കാം. നമ്മളൊന്ന് പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചിരിക്കുന്ന എല്ലാവരും ഓർക്കാം. ഇന്നത്തെ പരിശുദ്ധമായ സുവിശേഷത്തിലും വായനയിലെല്ലാം നമ്മൾ ദൃഢമായി കേൾക്കുന്നത് അനുസരണയുള്ള മക്കളായിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, അതിലേറെ ദൈവത്തോട്, നമ്മുടെ ഗുരുഭൂതന്മാരോട്, മുതിർന്നവരായ വ്യക്തികളോട് ആരെല്ലാം നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അതെല്ലാം അനുസരണയോടെ സ്വീകരിച്ച് നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി നന്നായിട്ട് വിനിയോഗിക്കാം. പ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ദൈവത്തിന് ഏറ്റവും വലിയ കാര്യം, നീ വലിയേക്കാൾ ശ്രേഷ്ഠമായ കാര്യമാണ് അനുസരിക്കേണ്ടത്. ഈശോ കർത്താവ് കുരിശുമരണത്തോളം പിതാവായ ദൈവത്തെ അനുസരിച്ചു. അതുപോലെ അവിടുത്തെ മകളായ നമുക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ, മേലധികാരികളെ, നമ്മളെവിടെയെല്ലാം ആയിരിക്കും, അവിടെയെല്ലാം ഉന്നതരായ വ്യക്തികൾ നമ്മോട് പറയുന്ന എല്ലാ കാര്യങ്ങളും നന്മയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുസരിക്കാം. നമുക്ക് വിജയവും അവർക്ക് സന്തോഷമായിരിക്കും. അവർ കൃപയ്ക്കായി ഈ പരിശുദ്ധമായ ബലിയിൽ പ്രാർത്ഥിക്കാം. അനുസരണത്തിന് വിധേയമായി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് വിരോധമായോ അല്ലെങ്കിൽ വിപരീതമായോ പ്രവർത്തിച്ചു പോയെങ്കിൽ മാപ്പപേക്ഷിക്കുക. കർത്താവേ, അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് എല്ലാവർക്കും പ്രിയപ്പെട്ടവർ ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുന്നവരെയും ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈ ബലിയിൽ സമർപ്പിക്കാം. കാര്യങ്ങൾ കൂപ്പി തെറ്റുകൾ, പാപങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒച്ചത്തിലേറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ
നമ്മെ ഇന്നത്തെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും ദൈവം താഴ്മയാ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു സ്വല്ലോ രാജനേ. സർവൈകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. തൃത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. സർവശക്തനായ കർത്താവേ, പരിപൂർണമായി മാപ്പ് നൽകുന്നതിനും കരുണ കാണിക്കുന്നതിനുമാണല്ലോ അങ്ങേ ശക്തിമാകാത്മ്യം അങ്ങ് പ്രകടമാക്കുന്നത്. ഞങ്ങളുടെ മേൽ അങ്ങേ കൃപ സമൃദ്ധമായി ചൊരിയണമേ. അങ്ങനെ
സ്വർഗീയമായ നന്മകളിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആണ്ടുവട്ടത്തിലെ 26-ാം ഞായർ ഒന്നാം വായന. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: കർത്താവിൻ്റെ വഴി നീതിപൂർവകമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ, കേൾക്കുക. എൻ്റെ വഴി നീതിപൂർവകമല്ലേ? നിങ്ങളുടെ വഴിയല്ലേ നീതിക്ക് നിരക്കാത്തത്? നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും. അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും. അവൻ മരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തയും അനുസ്മരിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തയും അനുസ്മരിക്കണമേ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അനിതര സ്നേഹത്തിന് അനുസ്യൂതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ
പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുനാഥൻ പ്രധാന ആചാര്യന്മാരോടും പ്രമാണികളോടും അരുളി ചെയ്തു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്നവൻ പറഞ്ഞെങ്കിലും അവൻ പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുക്കൽ ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് മനസ്സില്ല എന്ന്. എങ്കിലും പിന്നീട് അവൻ പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യം പ്രവേശിക്കാം. എന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവന് വിശ്വസിക്കാത്ത വിധം അനുദപിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇരിക്കട്ടെ. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപ്പിതാവിലും ഏറ്റവും സ്നേഹ വാത്സല്യം നിറഞ്ഞവരെ, ഈ സുന്ദരമായ സുദിനത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ദൈവത്തെ അനുസരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുഭൂതന്മാരെ അനുസരിക്കുക, നമ്മുടെ മുതിർന്നവർ, നമ്മളെക്കാൾ പ്രായമായവർ പറയുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അനുസരിക്കുക. ഈശോയെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയും മാതാപിതാക്കൾക്ക് അനുസരണയിലും വിധേയത്തിലും ജീവിച്ചെന്ന് പറയുക. ദൈവത്തിൻ്റെയും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെ പ്രീതിയിൽ ഈശോ വളർന്ന് പറയും. അപ്പം നമ്മൾ ഈശോയുടെ മകനാണ്, മകളാണ്. നമ്മൾ അപ്രകാരം തന്നെ ആയിരിക്കണം. ഈശോ ഇത് പറയാൻ കാരണം ഈശോ പറയുന്നുണ്ട്, അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഈശോ പറയുന്നത്. നീ ബലിയർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് അനുസരിക്കണം, അതാണ് ഏറ്റവും വിശുദ്ധം. അതിന് ഈശോയെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടല്ലോ, അവൻ മരണത്തോളം അനുസരണയുള്ളവനായിരുന്നു. മരണത്തോളം. ഈ കുരിശിൽ കിടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ആരും സഹായിക്കാനുണ്ടായില്ല. ഈ കുരിശിൽ കിടക്കുമ്പോൾ ഈശോ പറഞ്ഞു, പിതാവേ അങ്ങനെ ഉപേക്ഷിച്ചു എന്ന്. അപ്പോഴും ഒരു ഉത്തരം കിട്ടിയില്ല ഈശോയ്ക്ക്. പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരം പോലും ഈശോയ്ക്ക് കിട്ടിയില്ല. പ്രിയമുള്ളവരെ, ആരുമില്ലാത്തപ്പോഴും പോലും, എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും ഈശോ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി അനുസരിച്ച ദൈവമാണ്. അവിടെ ദൈവമായിരിക്കെ ദൈവത്തിൻ്റെ സമാനതയൊക്കെ മാറ്റി സാധാരണ ഒരു മനുഷ്യനെ പോലെ അനുസരണയുള്ളവനായിത്തീർന്നു. അപ്പം നമ്മൾ അനുസരിക്കില്ല. പലപ്പോഴും നമുക്കറിയാലോ, അപ്പച്ചൻ പറഞ്ഞാൽ അനുസരിക്കില്ല, അമ്മ പറഞ്ഞാൽ അനുസരിക്കില്ല, ഗുരുക്കന്മാർ അധ്യാപകർ അനുസരിക്കില്ല. ഇതൊക്കെ സ്ഥിരം പല്ലവിയാണ്. ഇതൊരു പൊരുത്തക്കേടാണ് പ്രിയമുള്ളവരെ. നമ്മെന്താ ചിന്തിച്ചാൽ മതി. ഞാനിവിടെ നിന്ന് നിങ്ങൾ പറയുമ്പോഴും ഞാനും അനുസരിക്കേണ്ട വിധേയനാണ്.
ഞാനും എൻ്റെ അധികാരികളെ അനുസരിക്കണം. എന്നേക്കാൾ മുതിർന്നവർ പറയുന്ന മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കണം. എങ്കിലാണ് ഈ പറയുന്നതിന് ഒരർത്ഥമുണ്ടാകിയത്. പലപ്പോഴും ചിന്തിച്ചു നോക്കി, നമ്മൾ ഈ പറയുന്ന നാവ് അത് ഉള്ളിൽ തട്ടി പറഞ്ഞില്ല എങ്കിൽ അതിന് അർത്ഥമില്ല എന്ന് പറയുക. പറയുന്ന നാവിൽ നിന്ന് പറയുന്ന വാക്ക് അത് ഉള്ളിൽ തട്ടി തന്നെ ആയിരിക്കണം. എങ്കിലാണ് അനുസരിക്കുവാനും അത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തരിക. വിശുദ്ധ ബെർണദീത്ത പുണ്യവാളത്തെ കുറിച്ച് കേൾക്കുന്നത് ഇപ്രകാരമാണ്. ഫ്രാൻസിൽ 19 പ്രാവശ്യമാണ് ലൂർദിലെ ഗ്രോട്ടോയിൽ, മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ഈ ബെർണദീത്തായിക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. 19 പ്രാവശ്യം. മാതാവ് ബെർണദീത്ത പുണ്യവാളത്തിൽ പറഞ്ഞു, നീ ഇവിടെ ഒരു ചെറിയ കുഴി കുഴിക്കാം. ഈ കുഴി കുഴിക്കുമ്പോൾ അതിന് വെള്ളം വരും, നീ അത് കുടിക്കുക. ബെർണദീത്ത പുണ്യവാളത്തിൽ അത് അങ്ങനെ തന്നെ അനുസരിച്ചു. ഒരു ചെറിയ കുഴി കുഴിച്ചു, അപ്പോൾ വെള്ളം വന്നു, ആ വെള്ളം കുടിച്ചു. അതിനോടൊപ്പം ആ കുഴിയിൽ നിന്നുണ്ടാക്കിയ ആ ചെളി ഉണ്ടല്ല, അതെല്ലാം മുഖത്തും മേത്തൊക്കെ പുരട്ടാൻ പറഞ്ഞു. ബെർണദീത്ത പുണ്യവാളത്തിൽ പുരട്ടി. വീണ്ടും പറഞ്ഞ് ഈ ഗ്രോട്ടോനടുത്തുള്ള പച്ചിലകളൊക്കെ നീ ഭക്ഷിക്കാൻ പറഞ്ഞു. ആ മകള് ഭക്ഷിച്ചു. പ്രിയമുള്ളവരെ, മാതാവ് എന്തെല്ലാം പറഞ്ഞു അതെല്ലാം ആ പെൺകുട്ടി ബെർണദീത്ത അനുസരിച്ചു. ഇന്ന് വിശുദ്ധയാണ്. സഭ അൾത്താരയിൽ വണങ്ങുന്ന വിശുദ്ധയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, അനുസരിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നിങ്ങൾ ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ, യൂറോപ്പിൽ പോയി കഴിയുമ്പോൾ, ഫ്രാൻസിൽ ചെല്ലുമ്പോൾ എന്തോരം ആൾക്കാരാണ് ഈ മാതാവിൻ്റെ ഗ്രോട്ടയിൽ. ഈ ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടയിൽ ക്യാൻസർ രോഗികൾ ഇങ്ങനെ വീൽ ചെയറുകളിൽ ഒത്തിരിയേറെ, നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് ഗ്രോട്ടോൻ്റെ മുമ്പിൽ ഇങ്ങനെ വീൽ ചെയറിലും ഇങ്ങനെ കിടക്കയിലും എല്ലാം രോഗികളെ കിടത്തിയിരിക്കുകയാണ്. അവിടെ വരുമ്പോൾ മാതാവിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ, മാതാവിനെ സ്പർശിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുമെന്ന വലിയ വിശ്വാസം. അങ്ങനെ വിശ്വാസത്തിൽ സൗഖ്യം പ്രാപിച്ച 13 വയസ്സുള്ള ഒരു മകളുണ്ട്. ആ മകളെ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാത്ത അലക്സാണ്ടർ എന്ന ഡോക്ടർ എല്ലാവരും കൈവിട്ടു. ഡോക്ടർമാരൊക്കെ കൈവിട്ടു. പക്ഷേ ലൂർദിലെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ഈ ഡോക്ടറിന് സത്യമാണെന്നറിയുവാൻ ഈ മകളെ അവരുടെ മാതാപിതാക്കളെ കൂടെ ഗ്രോട്ടോയിൽ കൊണ്ടുവന്ന് നടത്തി. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ജപമാല ചൊല്ലിയും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് പോകുമ്പോൾ ഈ മകള് സൗഖ്യം പ്രാപിച്ചത് അലക്സാണ്ടർ എന്ന നിരീശ്വരവാദിയായ ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പം പ്രിയമുള്ളവരെ ഓർക്കുക, ദൈവത്തെ അനുസരിക്കുക. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധ മാതാവ് ദൈവത്തെ അനുസരിച്ച വ്യക്തിയാണ്. മാതാവ് പറയുന്നത് എന്താണ്? ഇതാ കർത്താദാസേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുക. ഈശോ എന്താണ്? എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം പറയുന്നതല്ല, പിതാവ് പറയുന്നതല്ലാതെ മറ്റൊന്നും ഈശോ ചെയ്തില്ല. വിശുദ്ധ ബൈബിൾ എടുത്ത് വായിക്കുക. അതിൽ അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, നിന്റെ നാടും വീടും ഒക്കെ വിട്ട് ഞാൻ കാണിച്ചിരുന്ന പ്രദേശത്തേക്ക് പോകാം. അബ്രഹാം പോയി. ഇന്ന് നമ്മൾ അബ്രഹാത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? വിശ്വാസത്തിന്റെ പിതാവ് എന്നാണ്. അനുസരണയുടെ വിശ്വാസ പിതാവ്. മോശയോട് പറഞ്ഞു, ദൈവം പറഞ്ഞു ഈജിപ്തിലേക്കൊന്ന് പോകും. മോശ പറഞ്ഞു, ദൈവമേ സംസാരിക്കാനൊന്നും ഒരു പ്രാപ്തിയില്ല, സംസാരിക്കുന്ന എല്ലാം വിക്കുകളാണ്, വിക്കുകൾ പറയുന്ന എല്ലാം വിക്കാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകില്ല. പക്ഷെ ദൈവം പറഞ്ഞു നീ പോണം. പോയി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നേതൃത്വ പാഠവത്തിലെ ജനത്തെ നയിച്ച വലിയ ദൈവത്തിൻ്റെ അരുളപ്പാടുള്ള വ്യക്തിയാണ് മോശ. 2 വട്ടമാണ് 40 ദിവസം 2 വട്ടമാണ് നോൻപെടുത്തത്. രാവും പകലും ഭക്ഷണം കഴിക്കാതെ 80ഓളം ദിവസം 2 പ്രാവശ്യം ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച് ഭക്ഷണം കഴിക്കാതെ ദൈവത്തോടൊപ്പം ഉപവസിച്ച മനുഷ്യനാണ് മോശ. നിങ്ങൾ ഓർക്കുക, ദാവീദിനെ കുറിച്ച് ഓർക്കുക. ഇന്നും ജെറുസലേമിൽ പോയി കഴിഞ്ഞാൽ ദാവീദിനെ സഭ കൂടിയെത്തിയെങ്കിൽ അവിടെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ആരായിരുന്നു ദാവീദ്? ഇടയബാല ചെറുക്കൻ. അവന് പറഞ്ഞു, നീ ഇസ്രായേൽ രാജാവാകുക. പ്രിയമുള്ളവരെ, അനുസരിച്ചു. ഇന്ന് യഹൂദ ജനത അവിടെ ചെന്ന് ഈ ശവകുടീരത്തിൽ ചെന്ന് ദാവീദിന്റെ ശവകുടീരത്തിൽ ചെന്ന് കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിനെ അനുസരിച്ച മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ആരെല്ലാം ദൈവത്തെ അനുസരിച്ചു. രാത്രിയിൽ സാമൂഹ്യ എന്ന കൊച്ചുമകൻ പറഞ്ഞു, ദൈവമേ പറഞ്ഞുകൊള്ളുക, ഞാനിതാ അനുസരിച്ചു കൊള്ളാം. അപ്പം നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരായിത്തീരണം. മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിത്തീരണം. ഗുരുക്കന്മാരെ അനുസരിക്കുന്നവരായിത്തീരണം. പക്ഷെ ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അനുസരിക്കുമോ? ഒന്നാമത്തെ മകൻ പറഞ്ഞതുപോലെയാണ്. ഒന്നാമത്തെ മകൻ പറഞ്ഞതുപോലെ മാതാപിതാക്കൾ കാണുമ്പോൾ, എല്ലാവരും കാണുമ്പോൾ നല്ല പിള്ള ചമയും. അതായത് ഞാനിപ്പോൾ എല്ലാം ചെയ്യാട്ടോ, ചെയ്യാതെ പറഞ്ഞിട്ട് വേറെ വഴിക്ക് പോകും. ചെയ്യാതെ പോകുന്ന സ്വഭാവമുള്ള വ്യക്തികൾ. എന്നാൽ ചെയ്യില്ല എന്ന് പറയുന്ന വ്യക്തികൾ പലപ്പോഴും നന്നായിട്ട് ചെയ്യും. നമ്മൾ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ കണ്ടാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയും, ഇവൻ നന്നായിട്ട് പഠിച്ച് വലിയ അനുഗ്രഹമായി തീരുന്നൊക്കെ പറയും, നല്ല എല്ലാ കാര്യങ്ങളും. പക്ഷേ ഉളപ്പി നടക്കുന്ന ചില കുട്ടികളൊക്കെ നല്ലവരായി മാറിയ ചരിത്രമുണ്ട്. എന്നാൽ നന്നായിട്ട് പഠിച്ചവരും നല്ലവരായി മാറിയവരുണ്ട്.
ചിലരൊക്കെ പറഞ്ഞ സങ്കല്പങ്ങൾ എന്നൊക്കെ മാറിപ്പോയി. അപ്പം അതുകൊണ്ട് നമ്മളുടെ സങ്കല്പമല്ല, ദൈവീകമായ പദ്ധതികൾ അനുസരിച്ച് മുന്നേറണം. അതുകൊണ്ട് സുഭാഷിതം 3:8 പറയുന്നത് നീ ദൈവവിചാരത്തോടെ ആരംഭിക്കാം, എല്ലാം ഭംഗിയായി തീരുമെന്ന് പറയുക. ഒന്നാമത്തെ വായന വളരെ ശ്രദ്ധേയമാണ്. എസെക്കിയേൽ പ്രവാചകൻ 18-ാം അധ്യായം അതിൽ പറയുന്നു ഇപ്രകാരമാണ്: നിങ്ങളുടെ വഴിയാണോ ദൈവത്തിൻ്റെ വഴിയാണോ നേരെയല്ലാത്തത്? ആരുടെ വഴിയാണ് നേരെയല്ലാത്തത്? നമുക്കറിയാമല്ലോ, നീതിമാൻ തൻ്റെ നീതിമാർഗം ഉപേക്ഷിച്ച് തെറ്റായ വഴികളിൽ സഞ്ചരിച്ചാൽ അവൻ നരകത്തിൽ പോകുമെന്നാണ് വചനം പറയുക. എന്നാൽ ദുഷ്ടൻ തന്നെ തെറ്റായ വഴികളും ദുഷ്ടതയുടെ വഴികളും മാറി നന്മയിലേക്ക് വന്നാൽ അവൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയുക. അപ്പോൾ നമ്മൾ ഓർക്കുക പ്രിയമുള്ളവരെ, എല്ലാ വ്യക്തികളെയും സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള വലിയ കടമ നമുക്കുണ്ട്. നമ്മുടെ മക്കളെ, നമ്മുടെ ഭർത്താവിനെ, ഭാര്യയെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനുസരിച്ച് നന്മയിലൂടെ നയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. രണ്ടാമത്തെ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: ഈശോ കർത്താവ് ഒരേ ആത്മാവും ഒരേ സ്നേഹമുള്ളവരാണ്. നിങ്ങളുടെ ഇടയിൽ മറ്റുള്ളവരെ വലിയവരായി കാണുക. ഈശോ കർത്താവ് കുരിശുമരണത്തോളം പിതാവിനെ അനുസരിച്ചെന്ന് പറയും. അപ്പം നമ്മളും ദൈവമായിരുന്നിട്ട് പോലെ യേശു അനുസരിച്ചെങ്കിൽ മനുഷ്യരായി നമ്മൾ ദൈവത്തെ അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, ഗുരുക്കന്മാരെ അനുസരിക്കണമെന്ന് സ്നേഹത്തോടെ ദൈവം നമ്മെ പഠിപ്പിക്കണം. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊരുത്തക്കേട് പാടില്ല. നമ്മൾ പറയുന്ന വാക്ക് അനുസരിക്കണം, പറയുന്ന വാക്ക് നമ്മൾ പ്രാവർത്തികമാക്കണം. ഞാൻ എന്ത് പറയുന്നോ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് പൊരുത്തമുണ്ടാകുന്നത്. അല്ലെങ്കിൽ പൊരുത്തക്കേടായി മാറും. മറ്റുള്ളവർ പറയും, ഈ അച്ഛൻ പറയുന്നുണ്ടല്ലോ, ഇതൊന്നും ഒന്ന് പ്രാവർത്തികമാക്കുന്നില്ല. അല്ലെങ്കിൽ ഈ അപ്പച്ചൻ, ഈ അമ്മച്ചി പറയുന്നുണ്ടല്ലോ, ഇതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല. അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നുണ്ടല്ലോ, പക്ഷെ അവരത് പ്രവർത്തിക്കുന്നില്ലോ, അത് പൊരുത്തക്കേടാണ്. അപ്പോൾ പൊരുത്തക്കേടില്ലായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന കാര്യം അത് പ്രാവർത്തികമാക്കണം. മറ്റുള്ളവർ നോക്കുന്നത് എന്താണ്? അച്ഛൻ പറയുന്നത്, നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കാൻ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യനാണ്. അതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ഈശോ കർത്താവ് എപ്പോഴും കുരിശുമരണത്തോളം അനുസരണം പ്രാപിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ മകനും മകളുമായ നമ്മളൊക്കെ അനുസരിക്കണം. ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കല്യാണം കഴിച്ചപ്പോൾ ഈ പത്രോസ് ശ്ലീഹ എഴുതി ലേഖനത്തിൽ പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് അനുസരണമുള്ളവരായിരിക്കണം. നമ്മൾ അന്ന് അനുസരിക്കാമെന്ന് പ്രതിജ്ഞ എടുത്ത വ്യക്തികൾ പലപ്പോഴും ഇന്ന് അപ്രകാരം തന്നെ അനുസരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിൽ ഒന്ന് വിചിന്തനം ചെയ്യണം. എൻ്റെ ഭർത്താവിനെ അനുസരിക്കണം. അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് എപ്പോഴും വിധേയത്വമുള്ള അല്ലെങ്കിൽ അനുസരണയുള്ള, ബഹുമാനമുള്ള, അവരെ ആദരിക്കുന്ന, തുല്യ പദവി കൊടുക്കുന്ന വ്യക്തികളാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി കല്യാണ ദിവസം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ അനുസരിച്ച്, ഭർത്താക്കന്മാരെ ഭാര്യമാരെ ബഹുമാനിച്ച് തുല്യ പങ്കാളിയായി കാണണമെന്ന്. അപ്രകാരം ഒരു വലിയൊരു കടമ, അനുസരണം നമുക്കുണ്ടായിരിക്കണം. അനുസരണമാണ് വലിയേക്കാൾ ശ്രേഷ്ഠം. ഒന്ന് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കാതെ പോയിട്ടുണ്ടോ? ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നൊന്ത് പെറ്റ് വളർത്തി കാത്തുപരിപാലിച്ച മാതാപിതാക്കളെ അനുസരിക്കാതെ സ്നേഹിക്കാതെ പോയിട്ടുണ്ടോ? അതിലേറെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിക്കാതെ ലംഘിച്ചു പോയിട്ടുണ്ടോ? ദൈവമേ, മറ്റുള്ളവരുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ നല്ല പിള്ള ചുമയാതെ എല്ലാവർക്കും വാക്ക് പറയുന്ന പോലെ പ്രവർത്തിക്കാനുള്ള ചൈതന്യം നൽകണമേ. ആമേൻ. എഴുന്നേറ്റിന്ന് എല്ലാവരും ഉച്ചത്തിൽ വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഏറ്റുമെല്ലാം ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു, ഏക കർത്താവും ജാതനായ ഏക ദൈവത്തിനും എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൽ ജനിച്ചനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴിയായി സ്ഥലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പാന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡനം സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ച് വിധിക്കുവാൻ അവിടെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും
പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാർ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സർവ്വത്രികവും അപസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളെ മോചനത്തിനായുള്ള ഏകദിനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മരിച്ചയുടെ എളുപ്പം വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമീൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മുടെ നിരവധി ആവശ്യങ്ങൾ സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ വരാപ്പുഴ മെത്രാപ്പൊലീത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, എല്ലാ ജനങ്ങളെയും സ്നേഹത്താലും പരിശുദ്ധാത്മ നിറവിലും കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും എല്ലാ ഭരണാധികാരികളെയും അവരുടെ സഹപ്രവർത്തനയും സത്യത്തിലും നീതിയിലും നന്മയിലും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മക്കളും മാതാപിതാക്കൾക്കും അതിലേറെ ദൈവത്തിനും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിലും അനുസരണയിലും വളരുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും എല്ലാ രോഗങ്ങളിലും എല്ലാ ജനങ്ങളെയും കുടുംബാംഗങ്ങളെയും കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ വിവാഹപ്രായമായിരിക്കുന്ന മക്കളുടെ വിവാഹം ഭംഗിയായി നടക്കുവാൻ, പഠിക്കുന്ന മക്കൾക്ക് നന്നായി പഠിക്കുവാൻ, വിവാഹം കഴിഞ്ഞിരിക്കുന്ന മക്കൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ലഭിക്കുവാൻ, അതിനൊപ്പം മാതാപിതാക്കളെയും എല്ലാവരും സ്നേഹിച്ച് ജീവിക്കാൻ, അയൽവാസികളോടും എല്ലാ ജോലി സ്ഥലത്തെ വ്യക്തികളോടും ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ പെരുമാറി നമ്മളെക്കാൾ ഉപരിയായി മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണമേ. വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. എല്ലാ നന്മകളുടെയും കർത്താവായ ദൈവമേ, അങ്ങയുടെ അവതരണത്തിന് ജീവന്റെ പൊൻപടിയസുരമായി ഈ അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും സമർപ്പിക്കുകയും ചെയ്തു. സർവ്വ സൃഷ്ടികൾ താനും വാഴ്ത്തപ്പെടേ. സ്വീകരിക്കുനാഥായി കാഴ്ചകൾ ദ്വാരമാകുമീ ഭൂഫലങ്ങൾ. സ്വീകരിക്കുനാഥായി കാഴ്ചകൾ ദ്വാരമാകുമീ ഭൂഫലങ്ങൾ. കനിവോടെ കൈക്കൊണ്ടാലും സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്നിച്ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ ഈ കാഴ്ചയർപ്പണം അങ്ങേക്ക് സ്വീകാര്യമാകുന്നതിന് അതുവഴി സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം ഞങ്ങൾക്കായി അങ്ങ് തുറന്നു തരയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ
സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവാനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സ്നേഹം നിറഞ്ഞവരെ, ഒട്ടുകൾ മടക്കാം, കരങ്ങൾ കോപ്പാം. കർത്താവിൻ്റെ കുരിശുരത്തിലേക്ക് നോക്ക്. മരണം വരെ സ്വർഗത്തിലേക്ക് ഈശോയെ എപ്പോഴും പിതാവിലേക്ക് നോക്കി അനുസരിച്ചു. ആരുമില്ല എങ്കിൽ പോലും എല്ലാം ഉപേക്ഷിച്ച് ഓടിക്കളയാലും, മറിച്ച് പിതാവ് എന്തു പറഞ്ഞു, പിതാവേ അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചത്. നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, മാതാപിതാക്കളെ അനുസരിച്ച്, ഭാര്യ ഭർത്താക്കന്മാരെ അനുസരിച്ച് ഏറ്റവും നല്ല മക്കളായി തരാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കാര്യങ്ങൾ കൊപ്പി ഈശോയെ നോക്കി ആരാധിക്കാം. സർവശക്തനായ പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. അപ്രകാരം തന്നെ
രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തുപറമ്പിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാരും ഉൾപ്പെടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നിന്നും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണമേ. ഈ ലോകത്ത് മരണമടഞ്ഞ എല്ലാവരെയും അങ്ങേ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ. ഈ എളിയവരായ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെ, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ, ഇന്ന് വിവാഹിതരായിരിക്കുന്നവരെ, ഈ എളിയവരായ എല്ലാവരും ഈ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കണം. ഓരോ കുടുംബത്തെയും മക്കളെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവും സർവ്വത്രികസ്വയുടെ മധ്യസ്ഥവും ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥമായ ഔസേപിതാവിനോടും അപ്പസ്തലഗണത്തോടും ഇന്നത്തെ തിരുനാൾ കാലമനായ വിശുദ്ധ വിൻസെന്റ് പോളിനോടും മറ്റെല്ലാ വിശുദ്ധരുമത്ത് ഇതിൽ പങ്കുചേരുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പാം, ത്രിത്വ ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റേക്കാം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. കണ്ണുകൾ ഉയരട്ടെ. നമ്മുടെ ഹൃദയവും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പ്രാർത്ഥന ഏറ്റുമല്ല. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുമല്ലുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം, അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഏറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്ലാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണം. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങളെ യേശുവിനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ കരുണയെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തു ഞങ്ങളെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ വാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുകൊള്ളിയാലും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപം നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേ
എഴുന്നള്ളി വരണമേ. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. പ്രിയമുള്ളവരെ, കുമ്പസാരിച്ച് ഒരുക്കമുള്ളവർ ഈശോയെ സ്വീകരിക്കാൻ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. സർവശക്തനായ കർത്താവേ, സ്വർഗീയമായ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിന്റെയും ശരീരത്തിന്റെയും നവീകരണത്തിനായി അനുഗ്രഹിക്കണമേ. അങ്ങനെ അവിടുത്തെ മരണം പ്രഖ്യാപിക്കുമ്പോഴെല്ലാം അവിടുത്തെ പീഡാസനത്തിൽ പങ്കുചേർന്ന് ഞങ്ങൾ അവിടെ സ്വർഗീയമായ മഹത്വത്തിൽ കൂട്ടവകാശികളായി തീരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായിക്കും ഈശോയ്ക്ക് സ്തുതി പറയാം. പരസ്പര സ്തുതി പറയാം. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. സുസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി നിന്നിൽ നിന്നാഗതനായി മണ്ണിൽ രക്ഷകദീപം ഞങ്ങളും നിൻ മക്കളല്ലോ നിന്ദുവിസൂനുമോടെന്നും കനിവാ പ്രാർത്ഥിക്കതായേ സ്നേഹം നിറഞ്ഞവൾ നീയേ. സ്നേഹം നിറഞ്ഞവരെ, അഭിവന്യ പിതാവ് പറഞ്ഞതനുസരിച്ച് ഓരോ കുർബാനയിലും 100 പേരാണ് ഇടവക ജനങ്ങൾക്കാണ്, നമ്മുടെ ഇടവകയിൽപ്പെട്ടവർക്കാണ് 100 പേർക്ക് രാവിലെ വൈകുന്നേരം കുർബാനയിൽ പങ്കെടുക്കുന്നത്. അത് പ്രകാരം എല്ലാവർക്കും വരാവുന്നതാണ്. കൂടാതെ കുഞ്ഞുകുട്ടികൾ 10 വയസ്സിന് താഴെയുള്ളവർ കൊണ്ടുവരരുത്, 65 വയസ്സ് മുകളിലുള്ളവർ കൊണ്ടുവരരുതെന്ന് ഓർപ്പിക്കുന്നു. പിന്നെ പ്രത്യേകം ഓർക്കേണ്ടത് എല്ലാവർക്കും കസേരയും ബെഞ്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ വന്ന് നിങ്ങളുടെ സീറ്റുകളിൽ തന്നെ ഇരിക്കുക എന്ന കാര്യം ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഒരു 5 മിനിറ്റ് നേരത്തെ വരുവാനായി. ഇപ്പോൾ നമുക്കറിയാവുന്ന കുമ്പസാരിക്കാൻ സൗകര്യം ഉണ്ടാവും. കൂടാതെ 8:25 ആകുമ്പോൾ തന്നെ നമ്മൾ പള്ളിയുടെ ഗേറ്റ് അടക്കും, ഗേറ്റ് ലോക്ക് ചെയ്യും. 100 പേരെ കൂടുതൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് ഓർപ്പിക്കണം. സ്തുതിയായിരിക്കണം.